ഹായ് ഹായ്. അയ്യേ അല്ലപ്പോ നിങ്ങളെന്നെ ഈ കണ്ണാടിയൊക്കെ വെച്ച് ഒരിക്കൽ ഇത് ഞങ്ങൾ ലാലേട്ടൻ ഫാൻസ് ഉള്ളതാണ്. അതെ, ഞാനിത് ഊരിയ എന്റെ രണ്ട് കണ്ണും പഴുത്ത് ചീഞ്ഞളിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഡയലോഗ് കേട്ടിട്ടുണ്ടല്ലോ ഞാൻ. നമ്മുടെ മലയാളത്തിന്റെ രണ്ട് ഇതിഹാസ നടന്മാർ, അതെ അതെ, നമ്മുടെ മമ്മൂക്ക, മറ്റൊന്ന് ലാലേട്ടൻ. നമ്മുടെ സ്വന്തം ലാലേട്ടൻ. യെസ്, ഞങ്ങളുടെ സ്വന്തം മമ്മൂക്ക. ഓ ഓക്കെ, അപ്പം ഇവരുടെ കോംബോയിൽ 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പാട്രിയറ്റ് എന്ന സിനിമ റിലീസിനായിട്ട് എത്താൻ പോകുന്നത്. മെയ് 1-ാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുകയാണ്. എന്താണ് ശാരികയുടെ ഒരു എക്സ്പെക്ടേഷൻ? എന്താണ് എന്ന് വെച്ചാൽ നമുക്ക് എക്സൈറ്റഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക, ലാലേട്ടൻ ഇവർ രണ്ടുപേരും മലയാളത്തിന്റെ രണ്ട് പില്ലേഴ്സ് ആണ്. അവരില്ലാതെ മലയാള സിനിമ ഇല്ല. അവരില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ സങ്കടത്തോടെ ആലോചിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ തീർച്ചയായിട്ടും. കാരണം അവർ എന്റെന്നല്ല, എന്റെ അമ്മയുടെ പോലും ചെറുപ്പകാലം അത് തൊട്ട് ഉള്ള ഒരു സംഭവങ്ങളാണ് ലാലേട്ടൻ, മമ്മൂക്ക എന്ന് പറയുന്നത്. അതായത് എന്താ പറയുന്നത്, എവർഗ്രീൻ പില്ലേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവരെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് ഈ സിനിമ എന്ന് പറയുന്നത് എല്ലാ മലയാളികളുടെയും പോലെ തന്നെ എന്റെയും ഒരുപാട് പ്രതീക്ഷകൾക്കൊപ്പം കാത്തിരിക്കുന്ന ഒന്നാണ്. മെയ് ഒന്ന് ഇച്ചിരി കൂടി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. വിഷു റിലീസ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അല്ല, വിഷു റിലീസ് വെച്ചിരുന്നതാണ് സിനിമ, പക്ഷെ അതിന് എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് അത് പോസ്റ്റ്പോൺ ചെയ്തത്. അപ്പൊ നമ്മുടെ മറ്റു താരങ്ങൾ എന്ന് പറയുന്നത് കുഞ്ചാക്കോനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, നയൻതാര ഉണ്ട്. പിന്നെ നയൻതാര കുറെ നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം നയൻതാര മലയാളത്തിലേക്ക് ഈ നയൻതാര മമ്മൂക്ക കോംബോയിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ്, അതറിയാം. അതെ അതെ, ശരി, അത് അംഗീകരിച്ചേ പറ്റൂ. കാരണം 6ാമത്തെ ചിത്രമാണ് ഈ സിനിമ. ഇത് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ മലയാളികൾ നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും ഈ നയൻതാരയും കൂടെ വരുമ്പോഴത്തേക്ക് ഒരാളുടെ കുറവ് ഇതിനകത്ത് കാണിക്കും. തീർച്ചയായിട്ടും ഉണ്ട്. അതാരാണ്? നമ്മുടെ മഞ്ജു ചേച്ചി, ലേഡി മോഹൻലാൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ പ്രിയ മഞ്ജു ചേച്ചി ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു. കാരണം ചാക്കോച്ചനുണ്ട്, വഹദുണ്ട്, പിന്നെ നയൻതാരയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മഞ്ജു ചേച്ചിയുടെ ഒരു കുറവ് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ടെക്നിക്കലോ അല്ലെങ്കിൽ അവരുടെ ഷൂട്ടിന്റെ പ്രശ്നങ്ങളോ ഉണ്ടാവാം. ഇതിനകത്തൊരു സംഭവം ഇല്ലാതിരുന്നു നമുക്ക് ആ സിനിമ കാണുമ്പോൾ അറിയായിരിക്കും. ഒരു പക്ഷേ ഈ വേഷങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം മഞ്ജു ചേച്ചിക്ക് ഉണ്ടായിരുന്നേ ആയിരുന്നിരിക്കാം. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ മലയാളിക്ക് അതിനുള്ള ഭാഗ്യമില്ലാതായി പോയില്ലെങ്കിൽ അതൊരു ചരിത്രമായി മാറിയാണ്. 2020 എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഒരു മൾട്ടി സ്റ്റാർ ചിത്രം വരുന്നത്. അതെ അതെ അതെ, അതും 160 കോടിയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ളത്. 5 രാജ്യങ്ങളാണ് സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അസർബൈജാൻ, ശ്രീലങ്ക, UK, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഷൂട്ട് ചെയ്തൊരു സിനിമ. നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ തന്നെയാണ്. ഇവരുടെ ഒരു പെർഫോമൻസ് ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി 18 വർഷമായിട്ട് കാത്തിരിക്കുകയാണ്. അത് മാത്രമല്ല കൂട്ടത്തിലുള്ളവരൊന്നും മോശക്കാരല്ല. നമ്മുടെ ഫഹദിക്ക, പിന്നെ ചാക്കോച്ചൻ, ഫഹദ് വില്ലനാണെന്നൊക്കെയാണ് പറയുന്നത്. ഫഹദ് വില്ലനായിട്ട് നമുക്കറിയാലോ, മനുഷ്യനാണെങ്കിൽ വെറും സൈക്കോട്ടമ്മിയാണ്. ചുമ്മാ അങ്ങനെ വരത്തില്ല. അതെ, ഫഹദ് വരത്തില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ ആൾക്കാർ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ച് തന്നെ ഈ ചിത്രം എന്താ പറയുന്നത് വമ്പൻ ബില്ലിന് അടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മലയാളികളുടെ എക്കാലത്തെയും പ്രിയ താരങ്ങൾ, അതായത് ഞങ്ങളുടെ ഹൃദയ സ്പന്ദനങ്ങളാണ് ലാലേട്ടനും മമ്മൂക്ക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നല്ല പടങ്ങൾ ഇഷ്ടപ്പെടും. ഞാനൊരു കോർ ലാലേട്ടൻ ഫാനാണ്. തീർച്ചയായിട്ടും നേരിട്ട് ലാലേട്ടനെ കാണാൻ ഒരു ഭാഗ്യവും ദൈവമായിട്ട് ബിഗ് ബോസ് പോയപ്പോൾ ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ഭ്രാന്തമായ ആരാധനയായി മാറി. പക്ഷെ മമ്മൂക്ക എനിക്ക് ബ്രഹ്മയുഗം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പടങ്ങൾ, ഒരു വേഴ്സറ്റൈൽ ആക്ടറാണ്. അദ്ദേഹം നല്ല പടങ്ങൾ എന്നും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമ്മളെ കട്ട ആരാധകർ എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ പടങ്ങളും നമ്മൾ ഇഷ്ടപ്പെടണം. എല്ലാ പടം ഇപ്പം ഇന്നലെ ഞാനൊരു പോസ്റ്റ് കണ്ടു മമ്മൂക്കാടെ. അതായത് മമ്മൂക്ക ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയായിരുന്നു, മമ്മൂട്ടി കമ്പനി. അപ്പൊ പുള്ളി ഇട്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ചില സിനിമകൾ പുള്ളിയെ വെച്ച് നിർമ്മിക്കാൻ ആരും തയ്യാറാകത്തില്ല. കാരണം ഇപ്പൊ മമ്മൂക്കാടെ കളങ്കാവല് സിനിമ നെഗറ്റീവ് ഷെയ്ഡാ. അത് ആരും അങ്ങനെ ധൈര്യപ്പെടത്തില്ല പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. കാരണം പിടിച്ചു കഴിഞ്ഞാൽ പടം പ്രേക്ഷകർ സ്വീകരിക്കുകയോ ഇല്ല എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. കാതൽ ദി കോർ സിനിമ. അപ്പം പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ മമ്മൂട്ടി കമ്പനി തുടങ്ങിയത്. അത് ശരിക്കും ഒരു ഭയങ്കര ഒരു ഇതല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം കാതൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടോട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ആരാധനയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കാതൽ സിനിമ കണ്ടോടുകൂടി വേറെ ഒരാളും മലയാളത്തിലെ ഒരാളും അത് പ്രത്യേകിച്ച് ഒരു മെഗാസ്റ്റാർ ചെയ്യാൻ ധൈര്യപ്പെടാത്ത റോൾ എടുത്ത് മമ്മൂക്ക ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന് ശരിക്കും ബഹുമാനം കൂട്ടിപ്പോയെന്റെ. അതുകൊണ്ടാണ് ഞാനൊരു ചെറിയൊരു മമ്മൂക്ക ഫാനും കൂടെ ആണിപ്പോൾ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് കാത്തിരിക്കാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. മെയ് 1-ാം തീയതി ഞങ്ങളുണ്ടാവും സിനിമ. തീർച്ചയായിട്ടും ഞങ്ങളുണ്ടാവും. ഞങ്ങളുടെ റിവ്യൂ പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും, ഡെഫിനറ്റ്ലി ഞങ്ങൾ ബമ്പർ റിവ്യൂ ആയിട്ട് എത്തുന്നതാണ്. ഞങ്ങളെ നിരാശപ്പെടുത്തരുതേ നിർമ്മാതാക്കളെ, സംവിധായക, ഞങ്ങളെ. നിർമ്മാതാവ് നമ്മുടെ ആന്റോ ജോസഫ് ആണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് സംവിധായകരോട് മഹേഷ് നാരായണനാണ് നമുക്കറിയുന്ന സ്റ്റാൻഡേർഡ് സിനിമകൾ എടുക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വമ്പൻ പ്രതീക്ഷയാണ്. ഞങ്ങൾ വാനോളത്തിലാണ്. അതുകൊണ്ട് ഞങ്ങളെ ആകാശത്തിലേക്ക് പറത്തി വിടറേ, അത് മാത്രമാണ് പറത്തി വിടും. കാരണം വെച്ചാല് അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. നമ്മൾ ആ ഒരു വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ്, അതായത് രാജ്യസ്നേഹി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം
ആ രാജ്യസ്നേഹം ഞങ്ങളുടെ സിരകളിലും അങ്ങോട്ട് കയറട്ടെ. തീർച്ചയായും തീർച്ചയായിട്ടും അതെ അപ്പൊ തീർച്ചയായും കാത്തിരിക്കാം. ശാരികയുടെ ചാനലൊക്കെ ഇപ്പൊ നല്ല ഹെവി ആയിട്ട് പോകുന്നുണ്ട്. ഫുൾ സപ്പോർട്ട് കൊടുക്കുക. തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.